കവിത ചപ്പാത്തിയുടെ ച. രചന വിമീഷ് മണിയൂർ. ചപ്പാത്തി ഞങ്ങളുടെ മാതൃഭാഷയാണ്. എല്ല് വിണ്ടുകീറുന്ന ചൂടിലും മാംസമൊട്ടിപ്പോകുന്ന തണുപ്പിലും പുര ഒലിച്ചുപോയി ചെങ്കല്ലു കഷ്ണങ്ങളായി തീരങ്ങളിലേക്ക് പാർക്കാൻ പോകുന്ന മഴക്കാലത്തും അതിൽ കൂടുതൽ ഒന്നും സംസാരിക്കാറില്ല. നരച്ചു പറ്റിയ ഒരു ചപ്പാത്തിയുടെ അരികുകളിൽ ചെമ്പനാടിൻ്റെ വീണുകിടക്കുന്ന രോമങ്ങൾ പോലെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ചുട്ടെടുക്കുന്നതിനിടയിൽ കരിഞ്ഞുപോയ ചെറിയ കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞു നിന്നാണ് പ്രേമിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും. അധികം കറുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും കണ്ടുപിടിച്ച് മറിച്ചിട്ടില്ലെങ്കിൽ ഊരുവിലക്കെന്നോ കല്ലെറിഞ്ഞു കൊല്ലുമെന്നോ തീരുമാനിച്ച് കിടന്നുറങ്ങിയാൽ മതി. കെട്ടിയിട്ടടിച്ചു കൊല്ലുമ്പോൾ വായിലൊരു ചപ്പാത്തി കഷ്ണം കടിച്ചു പിടിക്കുന്നതിൻ്റെ സുഖം എങ്ങനെയിരിക്കും എന്നു പറഞ്ഞതിൻ്റെ തലേന്നാണ് ചാച്ചയെ വായിൽ വെടിതിരികെ കൊന്നുകളഞ്ഞത്. അത് കഴിഞ്ഞതിൻ്റെ 2-ാം നാൾ ഒരു മുഴുവൻ ചപ്പാത്തി എടുത്ത് മണ്ണ് കുഴിച്ച് ചാച്ചയുടെ തലയോട്ടിയിലേക്ക് കുത്തിക്കയറ്റി. മരിച്ചു കിടക്കുമ്പോൾ പോലും വായിലൊരു ചപ്പാത്തി കഷ്ണം വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണക്കാരാണ്. മരിച്ചവൻ്റെ തോർത്തുകൾ പോലെ മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന പൂവുകൾക്ക് പകരം ചപ്പാത്തികൾ ഞാത്തിവെച്ചിരുന്നെങ്കിൽ എന്നാലോചിക്കാതിരുന്നില്ല. ചാച്ചയുടെ നാട് വിട്ടുപോയ അനിയൻ അങ്ങനെയായിരുന്നില്ല ചപ്പാത്തിയെ നോക്കി പറയുക. വിശപ്പിൻ്റെ എക്സ്റേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അവർക്കും പൗരത്വമുണ്ട് വീട്ടിൽ. എല്ലാ വർത്തമാനങ്ങളും മലർന്നു കിടന്ന് അവർ കേൾക്കും. മുറിച്ചെടുക്കുന്നവരെ കണ്ണു തുറന്നു വയ്ക്കും. തമ്മിലൊരാളെ തവണകളായി കഷ്ണിച്ച് തിന്നുന്നതുപോലെ തോന്നും. മുറിയോളം വലിപ്പത്തിലൊരു ചപ്പാത്തി ഉണ്ടാക്കി അതിൽ പുതച്ചു മൂടി കിടന്നുറങ്ങുന്നത് ഇന്നലെ സ്വപ്നം കണ്ടു. ഉണ്ടായിരുന്ന ജോലി പോയി തിരികെ നാട്ടിലേക്കുള്ള വലിഞ്ഞു നടത്തത്തിലായിരുന്നു. ഒരു ചരക്ക് വണ്ടി കടന്നുപോയപ്പോൾ നാളേക്ക് കഴിക്കാനായി മാറ്റിവെച്ച ചപ്പാത്തിയുടെ അടുത്ത് തലച്ചോറിൻ്റെ വലുപ്പത്തിൽ നരച്ചു നാറുന്ന ഒരു ചപ്പാത്തി.